ഏഴാമത്തെ ദിവസം രക്തബീജ ദുർഗ. രക്തബീജ ദുർഗയുടെ ആരാധന ദിവസമാണ്. രക്തബീജ ദുർഗ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരിൽ ഏറ്റവും പ്രബലനായ രക്തബീജാസുരനെ വധിച്ച ദേവി. രക്തബീജാസുരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ രക്തം വീഴ്ന്നാൽ അതേ പ്രമാണത്തിൽ അതേ ശക്തിയിൽ മറ്റൊരു അസുരൻ ജനിക്കുമായിരുന്നു. ആ രക്തബീജനെ വധിച്ച് ലോകത്തിന് മംഗളമാക്കിയ ഒരു ദിവസമാണ്. രക്തബീജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് തന്നെയാണ്. അങ്ങനെ ഈ മനസ്സിൽ ഒരു ആലോചന ദുരാലോചന വരുമ്പോൾ അതിൻ്റെ കൂടെ ഇന്നുവരെ വരും, അതിൻ്റെ കൂടെ ഇന്നുവരെ വരും. അങ്ങനെ വരുന്ന ആ ഒരു ആലോചനയെ നമ്മളുടെ ആത്മശക്തി കൊണ്ട് എങ്ങനെ നമ്മൾ വധിക്കുകയോ അങ്ങനെ ദേവി സ്വയം തൻ്റെ നാവ് വിസ്തരിച്ച് ആ രക്തബീജാസുരനെ തൻ്റെ നാവിൽ വെച്ച് വധിച്ചു. ആ മുഴുവൻ രക്തം ദേവി തൻ്റെ ഉള്ളിലേക്ക് ലയിച്ചു. ആ ഒരു വിശേഷമായ ഒരു രൗദ്രഭാവത്തിൽ ഇരിക്കുന്ന ആ ഒരു ദേവീനെ ആരാധിക്കുന്ന ഈ ഒരു ശുഭ ദിവസമാണ് രക്തബീജ ദുർഗ. ഇന്ന് ഈ ദേവീനെ രക്തബീജ ദുർഗ ആയിട്ട് ആരാധിക്കുന്നതാണ് വളരെ പ്രാശസ്ത്യവും വളരെ അനുഗ്രഹപ്രദവും ആണ്.